Hello friends, welcome to Sham's World of Joy. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഫ് ചെയ്ത ബ്രെഡ് ഓംലെറ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ബ്രെഡ് ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റ് ആണ്. ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു സവോളയുടെ പകുതിയാണ്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 പച്ചമുളകാണ്. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ 3 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ മൊസറല്ല ചീസാണ്. ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഫ്രൈ ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബട്ടറാണ്. ബട്ടർ നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പൊട്ടറ്റോയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. മെൽറ്റായി തുടങ്ങിയാൽ ഇതുപോലെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഓരോ പൊട്ടറ്റോയും ഇതുപോലെ വെച്ച് കൊടുക്കാം. പൊട്ടറ്റോ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഓംലെറ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ മുട്ടയിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതല്ലാതെ സ്വീറ്റ് കോണോ അല്ലെങ്കിൽ ക്യാപ്സിക്കമോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ എഗ്ഗും നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ബ്രെഡും യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ ഇവിടെ ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കിത് ഒരു ഭാഗം ഫ്രൈ ആയപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിന് മേലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. മുട്ട ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പീസുകളാക്കി വെച്ച ബ്രെഡൊക്കെ ഇതിന് മേലെ വെച്ചു കൊടുക്കാം. എല്ലാ ഭാഗവും ഞാൻ ഇതുപോലെ നന്നായിട്ട് ബ്രെഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യണം.
ഇനി നമുക്ക് പാൻ മൂടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് ഓംലെറ്റിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്കിത് എടുത്തു വയ്ക്കാം. അപ്പോൾ നമ്മുടെ താഴെയുള്ള ബ്രെഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഒരു ലെയർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ സെയിം പാനിൽ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ലെയറിൻ്റെയും കട്ടി അനുസരിച്ചിട്ട് നിങ്ങൾ എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കോളൂ. ഞാനിവിടെ രണ്ടാമത്തെ ലെയർ കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിന് മേലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീസൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആദ്യത്തെ ലെയർ ഇതിന് മേലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സ്റ്റഫ്ഡ് ബ്രെഡ് ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.